I'm talking about this again and again because ഇവരെ പോലെ കുറച്ച് മെൻ ഉണ്ട് നമ്മുടെ നാട്ടില് ഈ സ്ത്രീകൾക്ക് കിട്ടുന്ന റിസർവേഷൻ അതുപോലെ തന്നെ മെറ്റേണിറ്റി ലീവ് ഒക്കെ പ്രിവിലേജ് ആണ്, ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞു നടക്കുന്ന ആൾക്കാർ. നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും എല്ലാ മാസവും 7 ദിവസം പീരിയഡ്സ് ആവുകയും ആ 7 ദിവസവും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത അത്രയും മൂഡ് സ്വിങ്സും ബ്ലഡും ഒക്കെ കാണുന്നത് പറ്റില്ല. ഈ ഒരു ഫിലിം ഉണ്ട് ആനിമലില്, രൺബീർ കപൂർ പറയുന്നുണ്ട് ഞാൻ 40 പാഡ് വെച്ചിട്ടാണ് ദിവസവും നടക്കുന്നത്. അതായത് ഇവരുടെയൊക്കെ വിചാരം പീരിയഡ്സ് ആകുമ്പോൾ ചുമ്മാ പാഡ് വെച്ച് നടക്കലും പ്രഗ്നന്റ് ആകുമ്പോൾ ചുമ്മാ പോയി അങ്ങോട്ട് പ്രസവിക്കലുമാണ്. ഇതൊക്കെ ഭയങ്കര എളുപ്പമുള്ള ജോലിയാണ്. ഐ റിയലി വിഷ് എന്നെങ്കിലും, അതായത് ഈ ഒരു കാലഘട്ടത്തില് ഒരു പ്രാവശ്യമെങ്കിലും ആണുങ്ങൾക്ക് കൺസീവ് ചെയ്യാനും 9 മാസം അത് കൊണ്ടുനടക്കാനും അതിനുശേഷം പ്രസവിക്കാനും അതിനുശേഷം പാലൂട്ടി വളർത്താനും പിന്നെ കുട്ടികളെ നോക്കാനുമുള്ള ഒരു ചാൻസ് നിങ്ങൾ കൊടുക്കൂ. അപ്പൊ ദീൽ അണ്ടർസ്റ്റാൻഡ്. അപ്പം അവർക്ക് അതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് മനസ്സിലാവും. സോ ഇതൊന്നും പ്രിവിലേജ് അല്ല, ബേസിക് ആയിട്ട് കിട്ടുന്ന അല്ലെങ്കിൽ വേണ്ട സ്ത്രീകൾക്ക് വേണ്ട നെസസിറ്റി ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്ക് അത് അറിയാത്തോടത്തോളം കാലം നിങ്ങൾക്ക് അത് മനസ്സിലാവില്ല, അല്ലെങ്കിൽ നിങ്ങൾ അത് അനുഭവിക്കാത്തോടത്തോളം കാലം. ആൻഡ് ഐ എം റിയലി കൺസേൺഡ് അബൌട്ട് ദ വിമൻ അറൌണ്ട് ദം. ഇതുപോലെയുള്ള ആണുങ്ങളുടെ കൂടെ ജീവിക്കുന്ന അല്ലെങ്കിൽ ഒരുമിച്ചുള്ള സ്ത്രീകളെ കുറിച്ച് ഞാൻ ഭയങ്കര കൺസേൺഡാണ്. ബിക്കോസ് അവർക്ക് കിട്ടേണ്ട ബേസിക് കാര്യങ്ങൾ പോലും പ്രിവിലേജ് ആണെന്ന് പറഞ്ഞ് അവർ നഷ്ടപ്പെടുത്തും.